എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പോ എട്ടേഡ് ഐലാൻഡിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഫൈറ്റൊക്കെ ചെയ്ത് അവസാനം ആ ജയന്റ് റോബോട്ടിന്റെ സഹായത്താൽ അവിടുന്ന് രക്ഷപ്പെട്ടു വന്നിരിക്കുകയാണ്. രക്ഷപ്പെട്ടു വന്നതിൽ അവർ ഒരുപാട് എൻജോയ് ചെയ്ത് ഹാപ്പിയായി ആർപ്പ് വിളിച്ച് ഇതിനോടൊപ്പം ബാക്കിയുണ്ടായിരുന്ന 2 കപ്പലിൽ അവരുടെ യാത്ര ആരംഭിച്ചു. ഇപ്പോൾ അവരുടെ ലക്ഷ്യം എത്രയും വേഗം എൽബോ ഐലാൻഡിലേക്ക് എത്തിച്ചേരുക എന്നതാണ്. അവരവരുടെ വിജയം ഇപ്പൊ ഡ്രിങ്ക്സ് കഴിച്ചും പാട്ടുപാടിയും ഡാൻസ് കളിച്ചും ആഘോഷിക്കാനായിട്ട് തുടങ്ങും. ഒരു ലക്ഷ്യം അത് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഡോക്ടർ വേഗോഫ്പങ്കിന്റെ ആഗ്രഹപ്രകാരം അവിടെയുള്ള ഡാറ്റാസും ഡോക്യുമെന്റ്സും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും എല്ലാം തന്നെ സേഫ് ആക്കി നമ്മുടെ ആൾക്കാർ കൊണ്ടുവന്നു. എൽഡേഴ്സിനെ ഒരു പാഠം പഠിപ്പിച്ച് അവിടുന്ന് തുരത്തി ഓടിപ്പിച്ചു. അങ്ങനെ ഒരുപാട് നേരത്തെ ആഘോഷത്തിന് ശേഷം ഇപ്പൊ 2 കപ്പലുകളും സൈലന്റ് ആയിരിക്കുകയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇവിടെ കഥാനായകൻ സ്ട്രോ ഹാറ്റ് ലൂഫി. അവനിപ്പോ ഒരുപാട് വിഷമത്തിലാണ്, ഡിപ്രഷനിലാണ്. കാരണം അവനോട് ഡോക്ടർ വേഗോഫ്പങ്ക് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും സേവ് ചെയ്ത് ആൾക്കാരുടെ കയ്യിൽ പെടാതെ സേഫായി അവിടുന്ന് കൊണ്ടുപോകണം എന്നതായിരുന്നു. പക്ഷേ ലൂഫിയെ കൊണ്ട് അദ്ദേഹത്തെ സേവ് ചെയ്യാൻ കഴിഞ്ഞില്ല. ആ വിഷമത്തിൽ അവനാകെ സാഡാവും. ചുറ്റുമുള്ളവരും അവന്റെ വിഷമത്തിൽ ചേർന്ന് ആട്ടവും പാട്ടവും ആഘോഷങ്ങളും എല്ലാം തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ്. അവിടെ മുഴുവൻ സൈലൻസ്, ഫുൾ ഓഫ് സൈലൻസ്. അവരുടെ ഏറ്റവും വലിയ മിഷൻ അത് ഡോക്ടർ വേഗോഫ്പങ്കിനെ രക്ഷിക്കുക എന്നതായിരുന്നു. സോ അതിൽ തോറ്റുപോയതിൽ അവൻ അങ്ങനെ സാഡ് അടിച്ചിരിക്കുന്നത് കണ്ട ഫ്രാങ്കി ആണെങ്കിൽ അവരെ കൈപിടിച്ചു പറയും, നീ ഇങ്ങനെ ഒരു വിഡ്ഢിയായി പോയല്ലോ. ആ 5 എൽഡേഴ്സ്, സർഫ്യൂംസ്, നേവി അഡ്മിറൽസ്, ഓഫീസേഴ്സ്, ലിവർപോൾ ഏജൻസ്, സർഫ്യൂംസ് എന്നിങ്ങനെ ഒരുപാട് പേരുടെ കയ്യിൽ നിന്നാണ് നമ്മളിപ്പോൾ രക്ഷപ്പെട്ടു വന്നിരിക്കുന്നത്. ഡോക്ടർ വേഗോഫ്പങ്ക് പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ബോണിയുടെ ജീവൻ നമ്മൾ രക്ഷിച്ചു. സത്യത്തിൽ നമ്മളിപ്പോ വലിയൊരു നരകത്തിൽ നിന്നാണ് ഇവിടേക്ക് രക്ഷപ്പെട്ടു വന്നത്. എനിക്ക് ഈ വിജയം അത് സ്വപ്ന തുല്യമായിട്ടാണ് തോന്നുന്നത്. ആക്ച്വലി സാഞ്ചിയോട് ഡോക്ടർ വേഗോഫ്പങ്ക് പറഞ്ഞതാണ് അദ്ദേഹം മരിക്കാൻ പോവുകയാണെന്ന്. അദ്ദേഹത്തിനുള്ളിലാണ് വലിയ എന്തോ സംഭവിക്കാൻ പോകുന്നതെന്ന്. അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നു. ആ ട്രാൻസ്പോർട്ടർ സ്നെയില് അത് ഘടിപ്പിച്ചത് അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ്. അതിലൂടെയാണ് ജനങ്ങൾ ഇത്രയും കാലവും നേവിക്കാർ സൂക്ഷിച്ചു വെച്ച സത്യങ്ങൾ അതെല്ലാം തന്നെ തിരിച്ചറിഞ്ഞത്. സോ ഇത് നമ്മുടെ തെറ്റല്ല. ഇവിടെ ലൂഫിക്കാണെങ്കിൽ ഫ്രാങ്കി എന്തൊക്കെ പറഞ്ഞിട്ടും സമാധാനം തോന്നില്ല. കാരണം അവനിപ്പോ കടലിന്റെ എംബററാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ എഡ്ഹെഡ് ഐലാൻഡ് കാണിക്കും. അതാണെങ്കിൽ അങ്ങനെ തീ പിടിച്ച് കത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പൂർണ്ണമായിട്ടും ആ ഐലാൻഡ് തകർന്നിട്ടില്ല. കാരണം നേവിക്കാർക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് വിലപിടിപ്പുള്ള പലതും അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്നൊന്നായിട്ട് നേവിക്കാർ കളക്ട് ചെയ്യുകയാണ്. ആദ്യമായിട്ട് സർഫ്യൂംസിനെ ചാർജ് ചെയ്ത് കപ്പലിൽ കയറ്റുകയാണ്. പിന്നീട് സീ ബീസ്റ്റുകള്, പാസിഫിസ്റ്റേഴ്സുകളും എല്ലാവരും വളരെയധികം പ്രധാനപ്പെട്ടവരാണ്. അവരെയും ഇപ്പോൾ ഓരോരുത്തരായിട്ട് കപ്പലിലേക്ക് കയറ്റും. ആ സമയം റോബ് ലുച്ചിയും കക്കുവും അവർ 2 പേരും അവിടേക്ക് വരും. സൈഫർപോൾ ഏജൻസ് ആണെങ്കിൽ ലുച്ചി എവിടെയും ചോദിക്കും. അതിനവരാണെങ്കിൽ നാഷണലായിട്ട് മറുപടി പറയും, അവളെ ഞങ്ങൾ കൊന്നുകളഞ്ഞു. അത് കേട്ട് അവർ ഞെട്ടുകയാണ്. ആക്ച്വലി ഈ കാര്യം ലുച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ കക്കുവെ കൊന്നുകളയും. കട്ട് ചെയ്താ ഇവിടെ സാറ്റൺ ആളാണെങ്കിൽ വൈസ് അഡ്മിറൽസിനെ എല്ലാം തന്നെ അവിടേക്ക് വിളിച്ചുകൂട്ടി കാര്യമായിട്ടൊരു മീറ്റിംഗ് നടത്തുകയാണ്. സാറ്റൺ ആണെങ്കിൽ ഇപ്പൊ അവരോട് പറയും, നമുക്ക് ആവശ്യമുള്ള എല്ലാം തന്നെ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. യോർക്ക്, പങ്ക് റെക്കോർഡ്സ്, എന്തിന് ആ മദർ ഫ്ലെയിം, അങ്ങനെ എല്ലാം നമുക്ക് സേവ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം അതിപ്പോ നമ്മുടെ കൈവിട്ട് പോയിരിക്കുകയാണ്. അത് കേട്ട് ഇപ്പോ വൈസ് അഡ്മിറൽസ് അവരാണെങ്കിൽ ക്ഷമ ചോദിക്കും. ആക്ച്വലി 9 വൈസ് അഡ്മിറൽസ് ആണ് കോള് അത് മുൻപിൽ നിന്ന് നയിക്കേണ്ടതും അത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതും. സോ അവർക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് ഇപ്പൊ ലൂഫിയ ടീം രക്ഷപ്പെട്ടു പോയതും ഇത് പുറത്തു വരാൻ പാടില്ല എന്ന് നേവിക്കാരും എൽഡേഴ്സും ആഗ്രഹിച്ചോ അതിപ്പോ പുറത്തു വന്നതും. അവർക്കാണെങ്കിൽ അതിൽ ഒരുപാട് കുറ്റബോധം തോന്നി എൽഡറിന് മുൻപിൽ അങ്ങനെ തല താഴ്ത്തി നിൽക്കും. 9 പേരും കൈ ചുരുട്ടിപ്പിടിച്ച് നീട്ടിപ്പിടിച്ച് ഇപ്പൊ എൽഡറിനോട് പറയും, അങ്ങയുടെ ഒരു ഓർഡറിന് വേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഞങ്ങൾക്ക് പെർമിഷൻ തരികയാണെങ്കിൽ അവരെവിടെയാണെങ്കിലും അവരെ കണ്ടുപിടിച്ച് ഞങ്ങൾ ഇല്ലാതാക്കും. എൽഡറിനാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. നിർത്തിടാ നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്. ഇപ്പോഴത്തെ പ്രശ്നം അതൊന്നുമല്ല. ഇത്രയും കാലവും എന്ത് സംഭവിക്കരുതെന്നാണോ ഞങ്ങൾ ആഗ്രഹിച്ചത് അതിപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. ആ ഒരു ബ്രോഡ്കാസ്റ്റ് ടെലികാസ്റ്റായി പൂർണ്ണമായിട്ടല്ലെങ്കിലും ഭാഗികമായിട്ട് അതിലുള്ള കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിലുപരിയായിട്ട് ഇത്രയും കാലവും അവേക്കനാവാതിരുന്ന ജയന്റ് റോബോട്ട് അതും അവേക്കനായി അവർ രക്ഷപ്പെട്ടു പോകാനായിട്ട് അവരെ സഹായിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളികളായിട്ട് മാറിയിരിക്കുന്നത്. ആക്ച്വലി ആ ഒരു റോബോട്ടിനെ 200 വർഷങ്ങൾക്ക് മുൻപ് തന്നെ സ്ക്രാപ്പിലേക്ക് തള്ളാനായിട്ട് ഓർഡർ കൊടുത്തതാണ്. പക്ഷെ സാറ്റൺ ആണ് അത് തടഞ്ഞ് ആ ഒരു റോബോട്ടിനെ റിസർച്ചിന് വേണ്ടി സയന്റിസ്റ്റിനും കൊടുത്തു. അഥവാ അതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ അത് താൻ ഏറ്റെടുത്തു കൊള്ളാമെന്നുള്ള ഉറപ്പിന്മേലാണ് അപ്രകാരം വിട്ടുകൊടുത്തത്. ഇപ്പോ ആ ഒരു റോബോട്ട് അത് വർഷങ്ങളായിട്ട് അവേക്കൻ ചെയ്യാൻ കഴിയാത്ത രീതിയിലായിരുന്നിട്ട് പോലും അതിപ്പോ അവേക്കനായി സ്ട്രോ ഹാറ്റ് ലൂഫി ആൻഡ് ടീമിനെ സേവ് ചെയ്തിരിക്കുകയാണ്. ആ റോബോട്ട് നേവിക്കാർക്ക് ഫേവറബിൾ ആയിട്ട് ഉപയോഗിക്കാനും അതിനുള്ളിലെ അൺലിമിറ്റഡ് പവർ
അതിന്റെ സോഴ്സ് അറിയാനുമാണ് ഇത്രയും കഷ്ടപ്പെട്ട് സാറ്റൺ അതിനെ പ്രൊട്ടക്ട് ചെയ്തത്. പക്ഷേ അതിപ്പോ അവർക്ക് തന്നെ വലിയ പാരയായി മാറി. വർഷങ്ങളായിട്ട് ആ റോബോട്ടിലെ റിസർച്ച് നടത്തിയിട്ടും അതിന് യാതൊരു അനക്കോ അല്ലെങ്കിൽ അതിൽ നിന്ന് പോസിറ്റീവായി യാതൊരു സൈനോ ഉണ്ടായിട്ടില്ല. പക്ഷേ ലൂഫിയ ടീമിന് വേണ്ടി വർഷങ്ങളായിട്ട് ഡെഡായി കിടന്ന ആ ഒരു വലിയ ജയന്റ് റോബോട്ട് അത് എഴുന്നേറ്റ് അതിന്റെ ഫുൾ പവർ ഉപയോഗിച്ച് ഷട്ട് ഡൗൺ ആയിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ എൽഡറിനെ ചൊടിപ്പിച്ചത്. ഉടനെ നേവി അഡ്മിറൽ ആയിട്ടുള്ള ഡോബർമാൻ ആളാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കും, ഒരുപാട് വർഷങ്ങളായി ഞാൻ ഈ അഡ്മിറൽ സ്ഥാനത്ത് വർക്ക് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുണ്ട്. ഡോക്ടർ വേഗോഫ് പങ്ക് ആ ഒരു ബ്രോഡ്കാസ്റ്റിൽ കൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ? അത് കേൾക്കേണ്ട താമസം എൽഡർ സാറ്റിനാണെങ്കിൽ കൺട്രോൾ പോയി ആളുടെ ഹോക്കി പവർ ഉപയോഗിച്ച് സ്പോട്ടിൽ വെച്ച് അടിച്ച് കൊന്നുകളയാണ്. കട്ട് ചെയ്ത ഇവിടെ ഹോക്കി പവറിൽ നിന്ന് ഇപ്പോഴായിരിക്കും ഈ അവൾക്ക് ബോധം തിരികെ കിട്ടുക. അവളാണെങ്കിൽ ചുറ്റും നോക്കും, ചുറ്റും മുഴുവൻ ഒരുപാട് ക്ലൗഡ് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കിടക്കുകയാണ്. ക്ലൗഡ് പ്ലാന്റ് അത് വർക്കായോ ചിന്തിച്ച് അവൾ ആ പ്ലാന്റ് അടുത്തേക്ക് വരും. അപ്പോൾ അത് മോൾഡായിട്ട് ഒരുപാട് ക്ലൗഡ്സിനെ കണ്ടിന്യൂസ് ആയിട്ട് ക്രിയേറ്റ് ആക്കുന്നത് അവൾ കാണും. അവളുടെ മെമ്മറിയിലേക്ക് ഇപ്പം മറ്റൊന്നുകൂടെ കടന്നു വരും. എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഓർമ്മ വരുന്ന അതേസമയം എഡിസന്റെ മെമ്മറി ആയിട്ട് അവളുടെ മെമ്മറി അത് കണക്ട് ആവും. അപ്പോഴായിരിക്കും അവൾക്ക് മനസ്സിലാവുക എഡിസൺ അവൻ ജീവനോടുകൂടെ ഉണ്ടെന്ന്. അവളാണെങ്കിൽ ഫുൾ കലിപ്പിൽ അങ്ങനെ പല്ല് കടിച്ച്, നീ എവിടെയായിരുന്നെങ്കിലും ആ ഫാബ്രിയോ ഫേസിൽ തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, സോ നിന്നെ ഞാൻ കൊല്ലൂന്ന് പറഞ്ഞ് അവിടെ നോക്കി അവൾ ഷൂട്ട് ചെയ്യും. ആക്ച്വലി നമ്മുടെ എഡിസൺ അവൻ ഇപ്പോഴും ജീവനോടുകൂടെ തന്നെയാണുള്ളത്. അവളാണെങ്കിൽ ഫയർ ചെയ്ത് ആ പങ്ക് റെക്കോർഡ്സ് തകർത്ത് താഴേക്കിടാൻ ശ്രമിക്കും. പക്ഷേ അതാണെങ്കിൽ വണ്ടർ അടിപ്പിച്ചുകൊണ്ട് അങ്ങനെ മുകളിലേക്ക് പറന്നു വരികയാണ്. അപ്പോഴായിരിക്കും ഇവർക്ക് തിരിച്ചറിയുക, എല്ലാവരും അവളുടെ ആ ഒരു ചതി തിരിച്ചറിഞ്ഞ് ഇപ്പം അവളെ പറ്റിച്ച് അവിടുന്ന് കടന്നു കളഞ്ഞിരിക്കുകയാണെന്ന്. കട്ട് ചെയ്ത മറി ജോയ്സ് കാണിക്കും അവിടെ സെലസ്റ്റിയൽ ഡ്രാഗൺസ് എല്ലാം ഒരുപാട് ദേഷ്യത്തിൽ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ മോൾഡ് ഫംഗ്ഷൻ അതെങ്ങനെ സംഭവിച്ചു, കോമ അവൻ എന്ത് സംഭവിച്ചു എന്നൊക്കെ ചോദിച്ച് അവരാണെങ്കിൽ ദേഷ്യപ്പെടും. അക്കേനോ അവൻ എവിടെ, ഈ ലോകം വെള്ളത്തിൽ മുങ്ങിയാലും സത്യങ്ങൾ എനിക്കറിയണം. അത് മാത്രമല്ല എനിക്കറിയേണ്ട മറ്റൊരു വലിയ കാര്യം, ഈ ലോകം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിയാൽ നമ്മൾ സെലസ്റ്റിയൽ ഡ്രാഗൺസും മുങ്ങിപ്പോവോ, നമുക്ക് സേഫായി രക്ഷപ്പെട്ടു നിൽക്കാൻ മാർഗങ്ങളൊന്നുമില്ലേന്ന് ചോദിച്ച് ആളങ്ങനെ ശ്വാസം വലിച്ചു വിട്ട് നിൽക്കും. അവിടുത്തെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ച് ഭക്ഷണത്തിന് ഇപ്പോൾ അല്പം സ്കേഴ്സിറ്റി ഒക്കെ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഫുഡിൽ എന്തെങ്കിലും ചെറിയൊരു പോരായ്മ ഉണ്ടെങ്കിൽ തന്നെ അവർ അത് റിജക്റ്റ് ചെയ്യും. പക്ഷെ ഇപ്പോൾ അവർക്കാണെങ്കിൽ ഫുഡിന് സ്കെയർസിറ്റി അത് സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മറ്റൊരു ഭാഗത്തൊരു സെലസ്റ്റിയൽ ഡ്രാഗൺ ആണെങ്കിൽ ബീഫ് ഓർഡർ ചെയ്യും. പക്ഷെ ആൾക്ക് കിട്ടിയത് വെറും ഫിഷ്. അത് കണ്ട സെലസ്റ്റിയൽ ഡ്രാഗ് ആണെങ്കിൽ ഷെഫിനെ നോക്കും. ഉടനെ ഷെഫ് ആണെങ്കിൽ അദ്ദേഹത്തോട് പറയും, ഞങ്ങൾ പോലും ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇവിടെയെല്ലാം തീർന്നിരിക്കുകയാണ്. ഫുഡ് സ്റ്റോറേജ് അത് കംപ്ലീറ്റ് ആയിട്ട് എംപ്റ്റി ആയി കഴിഞ്ഞു, ഇപ്പോൾ അവശേഷിക്കുന്നത് ഈ ഫിഷ് മാത്രമാണെന്ന് പറയും. അത് കേട്ട് അത് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം അവനാണെങ്കിൽ പെണ്ണെടുത്ത് ആ ഒരു ഷെഫിനെ ഷൂട്ട് ചെയ്ത് താഴെയിടുകയാണ്. അത് കണ്ട് ബാക്കിയുള്ള ഷെഫുകൾ ഞെട്ടും. കാരണം അവരാണെങ്കിൽ മറ്റു ഫുഡിന് വേണ്ടി ചോദിക്കുകയോ ഇപ്പൊ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് എൻക്വയറി ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്തില്ല. സഡൻ ആയിട്ട് അവരെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ഭാഗത്തു നിന്നും ഓരോരോ സെലസ്റ്റിയൽ ഡ്രാഗൺസ് ആവശ്യപ്പെട്ട ഫുഡ് അത് കിട്ടാത്തതിൽ പരാതി ഉയർത്താനായിട്ട് തുടങ്ങും. അവിടെയുള്ള വർക്കേഴ്സിനും ഷെഫുകൾക്കും ഒക്കെ ഒരുപാട് ഭയം അത് കൂടി വരും. ഡ്രാഗൺസ് എല്ലാം ഇപ്പോൾ ഒന്നു ചേർന്ന് ഇതിന് കാരണക്കാരായവരെ വെറുതെ വിടാൻ പാടില്ല, അവരെ ഇഞ്ചിഞ്ചായി കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് കാര്യമായിട്ട് ചിന്തിക്കുകയാണ്. അതേസമയം ഇവിടെ സെലസ്റ്റിയൽ ഡ്രാഗന്റെ വലിയ മാൻഷൻ 5 എൽഡേഴ്സിന്റെ വലിയ മാൻഷൻ അത് കാണിക്കും. ഇപ്പോൾ അവിടെ ഉള്ളത് 4 എൽഡേഴ്സ് മാത്രമാണ്. സാറ്റൺ ഇപ്പോഴും ഉള്ളത് ആ എട്ടേർഡ് ഐലാൻഡിലാണ്. ആ 4 എൽഡേഴ്സിൽ കാർലിംഗ് എന്ന് പേരുള്ള ഒരു എൽഡർ ആളാണെങ്കിൽ അവിടേക്ക് വരും. ആളിതിന് മുൻപ് വരെ വളരെയധികം റെസ്പെക്റ്റോട് കൂടെയും വളരെയധികം സോഫ്റ്റായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ പവർഫുള്ളായി അദ്ദേഹം സംസാരിക്കാനായിട്ട് തുടങ്ങും. ഗോഡ് ഹെഡ് ഓഫ് സയൻസ് ആൻഡ് ഡിഫൻസിൻ്റെ ഹെഡായിട്ട് ഇപ്പോൾ ഇദ്ദേഹത്തെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ആൾക്ക് അത്രയും പവറും അതോറിറ്റിയും ലഭിച്ചത്. എൽഡർ ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, ഇത്രയും കാലം ഒരുപാട് കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇനി അതൊന്നും സംഭവിക്കാൻ പാടില്ല, നമുക്ക് എല്ലാം കുറച്ച് ബെറ്റർ ആക്കി എടുക്കാമെന്ന് പറയും. അത് കേട്ട് എല്ലാവരും പല്ല് കടിക്കും. സാറ്റിനാണെങ്കിൽ ഒരു മോൺസ്റ്റർ ലുക്കിലേക്ക് പോയി അങ്ങനെ ഒച്ചത്തിൽ അലറുകയാണ്. വൈസ് അഡ്മിറൽസ് ആണെങ്കിൽ അത് കണ്ട് ഭയപ്പെടും. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ ശ്വസിക്കാൻ പോലും കഴിയാതെ ഒരു കറുത്ത നിറത്തിലുള്ള വാതകം അത് പുറത്തേക്ക് പോവാണ്. ചുറ്റുമുള്ളവരെല്ലാവരും പാനിക്കായി ഡോക്ടേഴ്സിനെ വിളിക്കാനായിട്ടൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതേസമയം ദൂരത്തായിട്ട് സാക്ഷാൽ ഏമു അവനാണ് ഈ കാര്യം ചെയ്തത്.